അതെന്താ സാർ, ഞാൻ എന്താ ചെയ്ത്? തെറ്റോ? സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതല്ലടാ നീ ഇവരെ തല്ലിയത്. അതാണോ? അതൊരു ചെറിയ പ്രശ്നമല്ലേ സാർ? പ്രശ്നം ചെറുത് തന്നെ, പക്ഷെ മുറിവ് ചെറുതല്ല. ടേക്ക് ഇറ്റ് ഈസി. വേണ്ട, സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്താടാ ഓവർ സ്മാർട്ട് ആകുക? എന്നോടത് വേണ്ട. ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ഔട്ട്. ശരി, സാറിന് 5 മണി വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ ടി സി എന്റെ തിരിച്ചു വാങ്ങിച്ചോണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ എന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചാൽ പോലും ഞാൻ ഈ കോളേജിലേക്ക് തിരിച്ചു വരില്ല. ഞാൻ എന്തിനാടാ നിന്നോട് അപേക്ഷിക്കുന്നേ? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് മാറി എന്നെ ഈ കോളേജിലേക്ക് തിരിച്ചു വിളിക്കാൻ തോന്നിയാലും 5 മണി വരെ സമയമുള്ളൂ. നീ എനിക്ക് ടൈം തരുന്നോടാ? ഈ പിള്ളേരെ അടിച്ചെന്ന് പറഞ്ഞ് നീ വലിയ റൗഡിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നെ പ്രിൻസിപ്പാൾ ദേവസ്യായിട്ട് മാത്രമേ ഇവിടെയുള്ള എല്ലാവർക്കും അറിയൂ. 25 വർഷം മുമ്പ് ഏലംകുളം ടൗണിലെ ഈ ദേവസ്യ ഏറ്റവും വലിയ റൗഡിയാ. എന്താ വിശ്വാസമായില്ലേ? തെളിവ് വേണോ അല്ലേ? ഇത്രയും കാലം ഞാനിതൊന്നും ആരെയും കാണിക്കാതെ മറച്ചു വെച്ചിരിക്കാ. വെട്ട് കിട്ടിയതാ നോക്കേ. ഇത് വെട്ടൊന്നുമല്ല, ഒരു പട്ടി മാന്തിയതാ. വെള്ളം അടിച്ചെന്റെ വീടാണെന്ന് കരുതി അടുത്ത വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവിടുത്തെ പട്ടി എടുത്തിട്ട് മാന്തിയതാ. നിനക്ക് സോഡാ ഫൈറ്റ് അറിയാമോടാ? അതൊക്കെ നിങ്ങളെ പോലെ റിട്ടയർഡ് റൗഡികൾക്കല്ലത്. ഇവൻ എങ്ങനെ അറിയാനാ സാർ? പ്യൂണാണെങ്കിലും വിവരമുണ്ട്. താങ്ക് യു സാർ. ഗോലി സോഡ എറിഞ്ഞുള്ള അടിയിൽ ആ കാലത്ത് ഞാനാണ് ഫസ്റ്റ്. അതറിയോ? എന്ത് ഇങ്ങനെ ഈ പറയുന്നതൊക്കെ സത്യമാണ് നിങ്ങൾ വിചാരിച്ച? പാവോ ഇയാടെ അച്ഛൻ സോഡ വിറ്റ ഇയാളെ PG വരെ പഠിപ്പിച്ചത്. അപ്പാ ഇതാര്? എന്റെ മോഞ്ഞോ? ഇനി അപ്പൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സോഡ വിൽക്കേണ്ടി വരില്ല എന്റെ അപ്പ. എന്താ സോഡ നിർത്താൻ പോവാ? അതുകൊണ്ടല്ലപ്പാ, ഞാൻ PG ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായിട്ട് വരിക. നമ്മുടെ എല്ലാ കഷ്ടപ്പാടും തീരും. ഇനി മുതൽ നമ്മുടെ ജീവിതമേ മാറിപ്പോകുക. ആണോടാ? എനിക്ക് സന്തോഷായി ദേവസു. നിക്കേ, നിനക്ക് ഞാനൊരു കളർ സോഡ പൊട്ടിച്ചേരാം, കുടിക്കേ. ഇങ്ങി താപ്പാ, എന്റെ സോഡ ഞാൻ തന്നെ പൊട്ടിച്ചോളാം. സോഡ പൊട്ടിക്കുന്ന PG പാസ്സാവുന്ന പോലെ ഒന്ന് നിസ്സാരല്ല. നിസ്സാരം ഒരു സോഡ പോലും പൊട്ടിക്കാൻ കഴിയാത്ത ആളാ. വലിയ റൗഡി ആയിരുന്നു. എടാ, ആ റൗഡി സോക്കെ നിർത്തി ഞാനിപ്പോ പ്രിൻസിപ്പാളായി മര്യാദയോടെ ജീവിക്കുക. എന്നിലുള്ള റൗഡിയെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കരുതേ പ്ലീസ്. വേറെ ഏതെങ്കിലും കോളേജിൽ പോയി ചേരേ. പോ ചെല്ലേ. സോറി സർ. കണ്ടക്ടറിന് ടിക്കറ്റ് അടിക്കുന്നോടാ. എനിക്കിതേ ഇതാ. ഹായ്. ഹലോ മഹാലക്ഷ്മി. സോറി ട്ടോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇയാളുടെ പേരെന്താ? ബണ്ണി. അണ്ണാ, അവൻ മോളോട് സംസാരിക്കുന്നു. ആദ്യം ആരാ സംസാരിച്ചത്? മോളാ സംസാരിച്ചത്. എന്നാ കുഴപ്പമില്ല. TC തന്നോ? അതെന്തിനാ? താൻ കാരണോ? ഞാൻ കാരണോ? അതേന്ന്, ഇന്നലെ അവന്മാരെ തല്ലിയില്ലേ, അതുകൊണ്ടാ. ഓ ഐ ആം സോറി. എന്നാ പ്രിൻസിപ്പലിനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഞാനിവിടെ പഠിച്ചാ പോരെ. അതെങ്ങനെ? TC തന്നു കഴിഞ്ഞല്ലോ. രാത്രിയിൽ എനിക്ക് ചാത്തൻ സേവയുണ്ട്. ജീസസ്, എന്റെ കോളേജ് സീറ്റിന് വേണ്ടിയാണ് ഞാൻ നിന്നെ കരുവാക്കാൻ പോകുന്നത്. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ. ദേവസ്യ, എഴുന്നേൽക്ക് ദേവസ്യ. ആരാധ? ജീസസ്! Oh my God! What a surprise, my Jesus! How are you, ദേവസ്യ? I am extremely happy, Jesus. I am not at all happy, ദേവസ്യ. Why, Jesus? What happened? നിന്നെ ഞാൻ ഈ നിലയിലാക്കിയത് എന്റെ നാമത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ജീസസ്. എന്നിട്ടാണോ ഇന്ന് കോളേജിൽ ബണ്ണി എന്നൊരു കുഞ്ഞാടിന് നീ TC കൊടുത്തോട്ട്? അവനോ? അവനൊരു വലിയ റൗഡിയാ. അങ്ങേക്ക് അറിയില്ലേ ജീസസ്? അപ്പൊ നീയോ? ചുമ്മാതല്ലേ ജീസസ്. എന്റെ പേഴ്സണാലിറ്റി ഉണ്ട്, പിള്ളേരാരും പേടിക്കാത്തതുകൊണ്ട് റൗഡി എന്നൊരു ബിൽഡപ്പും കൊണ്ടങ്ങ് നടക്കുന്നതല്ലേ ഞാൻ. ജീസസിന് അറിയില്ലേ എന്റെ ദൗർബല്യങ്ങളൊക്കെ? അത് കറക്റ്റാ. നിന്റെ ഈ പേഴ്സണാലിറ്റിക്ക് അങ്ങനെ ഒരു ബിൽഡപ്പ് ആവശ്യമോ? എന്നാ ബണ്ണി നിന്നെ പോലെയല്ല. നല്ല ധൈര്യമുള്ളവന്, മറ്റുള്ളവർക്ക് ഉപകാരിയുമാണവൻ. ഫോർ എക്സാമ്പിൾ, അവൻ കാരണമല്ലേ നിനക്ക് നിന്റെ ദർശന ഭാഗ്യം കിട്ടിയത്? യെസ് ജീസസ്, യു ആർ റൈറ്റ്. ബണ്ണി ഗ്രേറ്റ്. അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവനെ വല്ലതും പറഞ്ഞാൽ എന്നെ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അവനെ നിന്റെ സംരക്ഷണയിൽ നിർത്തിക്കൊള്ളൂ ദേവസ്യ. തീർച്ചയായും ജീസസ്. നാളെ ഞാൻ തന്നെ പോയി ബണ്ണിയെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം. അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ഞാൻ വിടകൊള്ളട്ടെ. ഇനി എപ്പോഴാണ് അങ്ങ് വരുന്നത്? ഇനി വരണമെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റുമോ? അതെയോ? നീ പ്രാർത്ഥിച്ചോളൂ ദേവസ്യ. അങ്ങനെ ആകട്ടെ ജീസസ്. മായായി പോയോ ജീസസ്? ഞാൻ വാങ്ങുന്ന സോപ്പ്, ഞാൻ വാങ്ങുന്ന പൗഡർ, ഇതെല്ലാം അടിച്ചു മാറ്റി. വേണു, എങ്ങനെയെങ്കിലും ആ ബണ്ണിയെ കോളേജിലേക്ക് തിരിച്ചുകൊണ്ട് വരണം. അതെനിക്ക് വിട് സാർ, ഞാൻ മാനേജ് ചെയ്തോളാം. ആ എടാ ബണ്ണിയെ. ഏതവനാടാ? മോനെ ബണ്ണി, ഗുഡ് മോർണിംഗ്. താൻ ആരാടോ? കണ്ടിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പാളിനെ പോലെ ഉണ്ടല്ലോ. സാരമില്ല, പോലെ അല്ല ബണ്ണി, ഞാൻ തന്നെയാ നിങ്ങളുടെ പ്രിൻസിപ്പൽ. ഒന്ന് പോടോ, താൻ ഞങ്ങളുടെ പ്രിൻസിപ്പാളൊന്നുമില്ല. അയാളുടെ ഒരു മാതിരി ചളങ്ങിയ മോന്തേ. ആ ചളിങ്ങിയ മോന്ത ഇത് തന്നെ. നീ ശരിക്കൊന്ന് നോക്ക്. എനിക്കങ്ങനെ തോന്നില്ലല്ലോ. സാർ, ഇനി ഒരു വഴിയേ ഉള്ളൂ.
ഒന്നുകൂടി ഷട്ടൂരി നിങ്ങൾക്ക് വിട്ടുകിട്ടിയ പാട് കാണിച്ച് അവനെ പ്രൂവ് ചെയ്യിക്കേ. അത് നടക്കില്ലടോ. അതെന്താ? ഷർട്ട് ഊരണമെങ്കിൽ ഈ വള്ളി ഊരിയെങ്കിലേ പറ്റൂ. വള്ളി ഊരിയാൽ ആദ്യം പാന്റ് താഴെ പോവും. എങ്ങനെയാലും ഞാൻ ആ പ്രിൻസിപ്പാളൊന്ന് പ്രൂവ് ചെയ്യടാ. ഓക്കെ ബണ്ണി, നോക്ക് ബണ്ണി, നല്ലോണം നോക്ക്. മത്തങ്ങ ഉണങ്ങി പോലുള്ള ഈ മുഖം നോക്ക്, മാങ്ങാ ചപ്പി പോലുള്ള ഈ തലമുടി നോക്ക്, ഗർഭിണികളെ പോലുള്ള ഈ വയറ് നോക്ക്, PVC പൈപ്പ് പോലുള്ള ഈ പാന്റ് നോക്ക്. ബണ്ണി, ഇതെല്ലാം നമ്മുടെ പ്രിൻസിപ്പൽ അല്ലാതെ വേറെ ആർക്കുണ്ടെന്ന് ആലോചിച്ച് നോക്ക് ബണ്ണി. ബണ്ണി. ഓക്കെ, ഇയാള് പ്രിൻസിപ്പൾ ആണെങ്കിൽ എനിക്കെന്താ? എനിക്ക് ടി സി ഒന്നും വിട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വീട്ടിൽ പോന്നോ? അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. എന്താ നിങ്ങൾ ഗുണ്ടായസം കളിക്കാൻ ബണ്ണി, പോവാ? രാത്രി ജീസസിനോട് പ്രാർത്ഥിച്ചപ്പോഴാ നിന്നെ കുറിച്ച് ശരിക്കും ആലോചിച്ചത്. നിന്നെ പോലെ ഒരു ബ്രില്യന്റ് സ്റ്റുഡന്റ് ഇവിടുന്ന് പോകരുത്. വാമനെ, നമുക്ക് കോളേജിലേക്ക് പോവാം. സാർ, ഇന്നലെ വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സമയം തന്നാ നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പൊ വന്ന് എന്റെ കാല് പിടിച്ച ഞാൻ വരുമെന്ന് വിചാരിച്ചോ? ഞാൻ വരില്ല. മോനെ, 5 മണി കഴിഞ്ഞപ്പോ നീ എന്താ പ്രധാനമന്ത്രിയോട് സമയം തന്നു അങ്ങനെ ഒരു ക്ലാപ്പരാന്ന് നിനക്ക് എന്തുവാന്ന് കരുതിയോ? വാ സാറേ, നമുക്ക് തിരിച്ചു പോവാം. എടാ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഒന്നും ഉണ്ടായി. നിങ്ങൾ എന്റെ കാല് പിടിച്ചാൽ ശരി. ഇവനോട് ഇങ്ങനെ കെഞ്ചുന്ന എന്തിനാണ് സാർ? ഇവൻ വെറും മൂക്കളെ ഒലിപ്പിക്കുന്ന കൊച്ചു പയ്യൻ. ബാക്ക്. ബണ്ണി, നീ ആരാണെന്ന് എനിക്ക് അറിയൂ. നീ കോളേജിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും ഇനി അങ്ങോട്ട് പോകില്ല മോനെ. രാത്രിയില് വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താ എന്താണെന്ന് അങ്ങോട്ട് പറഞ്ഞുകൂട്. അതൊരു ദൈവ രഹസ്യ, ആരോടും പറഞ്ഞുകൂടാ. ദയവ് ചെയ്ത് നീ എന്റെ കൂടെ കോളേജിലേക്ക് വാ മോനെ, പ്ലീസ്. ഓക്കെ, നിങ്ങൾ ഇത്ര അപേക്ഷിക്കുന്നോണ്ട് ഞാൻ വേണമെങ്കിൽ വരാം. പക്ഷെ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ ഞാൻ എന്റെ ടി സി വാങ്ങിച്ച് അപ്പോഴെങ്കിൽ സ്ഥലം വിടും. അത് സമ്മതമാണോ? അങ്ങനൊന്നും ഉണ്ടാവില്ലെന്നേ. മഹാലക്ഷ്മി മാഡം, ഇതെന്താ ഇയാൾക്ക് ടി സി തന്നെന്ന് പറഞ്ഞിട്ട് പിന്നെയും കോളേജില്? വാ നടക്ക്. ഞാൻ പറഞ്ഞില്ലേ രാത്രി എനിക്ക് ചാത്തൻ സേവയുണ്ടെന്ന്. അണ്ണാ, അവൻ പിന്നെ മോളോട് സംസാരിക്കുന്നു. ഇത്തവണ മുമ്പേ അവൻ തന്നെ അണ്ണാ സംസാരിച്ചത്. അത് കഴിഞ്ഞ് മോള് സംസാരിച്ചോ? സംസാരിച്ച്. എന്നാ കുഴപ്പമില്ല. Beryllium combine. എന്താ? അത് ഞാൻ പിന്നെ പറയാം. സോറി മാം. ചിരിക്കാതെ കാര്യം പറയണം. മഹാലക്ഷ്മി, നീ വീഴ്ത്തോന്ന് പറഞ്ഞില്ലേ? എങ്ങനെ വീഴ്ത്തുന്ന? അവളെ നിനക്ക് വിളിക്കിട്ടില്ല. അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല. ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ സംസാരിക്കാമല്ലോ. എങ്ങനെ? കാണുന്ന പോലൊന്നും അല്ല അളിയാ, നീ ആള് കില്ലാടിയാ. നിനക്ക് എപ്പോഴാ മനസ്സിലായത്? കാണാൻ പോകുന്നേ ഉള്ളൂ. ഷോർട്ട് ടൈം ആയി, നീ ചെല്ല്. എന്താടോ, ക്ലാസ്സിൽ താൻ മാത്രമേ ഉള്ളോ? സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഞാനും ഇറങ്ങി വെളിയിൽ പോകും. അത് വേണ്ട, ഞാൻ തന്നെ പോയേക്കാം. ബണ്ണി, ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? അവര് സിനിമയ്ക്ക് പോയി. അതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ, ഞാൻ ട്രീറ്റ് ചെയ്തതാ. ഓ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പിന്നെ ബണ്ണി എന്താ പോവാത്തെ? താൻ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും ഓർത്തിട്ടാ. ഇറ്റ്സ് ഓക്കെ, ബണ്ണി പൊയ്ക്കും. അതായത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോ അവരെല്ലാം ഉണ്ടാവില്ലേ? ഞാനും കൂടി പോയി കഴിഞ്ഞാൽ അത്രയും നേരം താനോട് ഒറ്റയ്ക്കായി പോവില്ലേ? ഇതിന്റെ അർത്ഥം ഞാനും കൂടി വരണമെന്നല്ലേ? നോക്ക്, എനിക്കിതൊന്നും തീരെ ഇഷ്ടമല്ല. എന്തിനാ നോക്കുന്നത്? ഞാൻ വരില്ല. എന്തിനാ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുന്നത്? ബണ്ണി, ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ? എന്താ മോനെ ബണ്ണി? സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? TC ഒഴിച്ച് എന്ത് വേണേലും ചോദിച്ചോ. ഇത് കോളേജ് ചെയ്ത റൗഡികളുടെ ക്യാമ്പോ? ഞാൻ റൗഡീസ് നിർത്തിയിട്ട് 25 വർഷമായില്ലേ. അവൻ പറഞ്ഞ യഥാർത്ഥ റൗഡികളെ കുറിച്ചാ. ഇവിടെ ഞാനല്ലാതെ വേറെ റൗഡികൾ ആരാടാ? ചോദിക്കേ. ആരാ അത്? ഓ ദേ അവിടെ. ഓ, അവരാണോ? അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ? എന്നാ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടിട്ടെ. നിനക്ക് എന്തിനാ സെക്യൂരിറ്റി? മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ. എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു. ഞാൻ നാളെ 100 സെക്യൂരിറ്റിയെ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇവന്റെ TC കൊടുത്ത് പറഞ്ഞു വിട്ടാരേ സാർ. നിന്റെ ആരെ ചോദിച്ചേ? പന്നം പിയൂൺ. നോക്ക് മോനെ. സർ, അവരുള്ളതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല സർ. ഏത് കാര്യത്തിലാ? ഞാൻ പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നീയും പഠിക്കാൻ തുടങ്ങിയോ? ഞാനും പഠിക്കാൻ തുടങ്ങിയോന്നോ? അപ്പൊ 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 സാറിനെ കളിയാക്കിയതാ? നോനോ, നിനക്ക് അങ്ങനെ തോന്നിയതാ അല്ലടാ? അങ്ങനെ തന്നെ എനിക്കും തോന്നിയത്. അപ്പൊ അങ്ങനൊന്നും അല്ലേ സാർ ഉദ്ദേശിച്ചത്? നീ കൂടുതലൊന്നും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉദ്ദേശിച്ചോ, പക്ഷെ അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ശരി. ഹലോ, അകത്തേക്ക് വരൂ. എന്തിനാ? അല്ല, ഇവിടെ നല്ല ചൂടാണല്ലോ, അകത്ത് വന്നിരിക്കാം. അതൊന്നും സാരമില്ല, ഇവിടെ ഇരുന്നോളാം. അയിനോ, എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണമെന്നുള്ള അവരുടെ ഇഷ്ടമാ. പക്ഷെ അവൻ TC ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്ത് TC?
ടി സി അല്ല AC. AC വന്നിരിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. എ സിയോ എവിടെ ഉണ്ട്? എന്റെ റൂമിലുണ്ട്, വരൂ പ്ലീസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ പ്ലീസ്. ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ ഇവിടെ ഇരിക്കും. നിങ്ങൾ അനുവദിച്ചാൽ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം. ഇത്രയും പോരെ? AC യിലിരുന്ന് കളിക്കാണോ? നമുക്ക് പോയാലോ? വരൂ. സോറി സാർ. ആഹാ, നല്ല തണുപ്പുണ്ടല്ലോ. AC അല്ലേ, തണുക്കാതിരിക്കുമോ? എന്നാൽ എനിക്കെന്താന്നറിയില്ല, നല്ല ചൂട്. ബണ്ണി നമുക്ക് എന്റെ കാറിൽ പോവാം. ഏയ് കാറിൽ പോയിട്ട് എന്ത് കാര്യം? ബൈക്കിൽ പോകുന്നല്ലേ ഒരു ത്രില്ല്. ആരെങ്കിലും കണ്ടാലോ? തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. തലകുനിക്ക്. അണ്ണാ, അവൻ മോളെ അടിച്ചിട്ട് പോകുന്നണ്ണ. മോളെ ഇങ്ങോട്ട് പോകുന്നു. അത് തുറക്കാൻ പറ്റത്തില്ല, പുറത്തൊന്ന് കുറ്റിയിട്ടിരിക്കുവാ. ഇയാൾ മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി അടച്ചതാ. എടോ, ഇതിനാണല്ലേ ഞങ്ങളെ AC ഗീസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എനിക്കൊന്നും അറിയില്ല സാർ. കള്ളം പറയുന്നത് എന്തിനാ സാർ? അവൻ പറഞ്ഞതിന്റെ പേരല്ലേ സാർ വരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നോ പറയരുതല്ലേ? സാർ, അവനോട് സംസാരിച്ചു പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ. എന്നാൽ അവൻ പുറത്തൊന്ന് കുറ്റിയിട്ടുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ. കർത്താവാണ് മദർ പ്രോമിസ്. ബിലീവ് സാർ. എടോ, ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല, കള്ള നാറി. തേരി പറയല്ലേ സാർ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഏയ്, ടെൻഷൻ ആക്കാതെ. വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത്? ആര് കയറിയാലെന്താ, കുഴപ്പമില്ലല്ലോ. AC കൂട്ടിയിട്. ബണ്ണി, എന്റെ ഡാഡി. അങ്ങോട്ട് നോക്കണ്ട, കാണാത്ത പോലെ ഇരുന്നോ. ഹലോ അണ്ണാ. എടാ, മോള് കോളേജിൽ തന്നെ ഉണ്ടല്ലോ. ഹലോ 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 ഹലോടാ. ഹലോ എടാ, റേഞ്ച് ഉള്ളിടത്തേക്ക് മാറി നിൽക്ക്. ഹലോ 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 അണ്ണാ, ഈ കോളേജിൽ എങ്ങും റേഞ്ച് കിട്ടുന്നില്ല. സാർ, ആ ജനലെടുത്ത് നിന്നാ നല്ല റേഞ്ച് കിട്ടും. നീ മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരുന്നപ്പോ AC ഇട്ട് തണുപ്പിക്കാന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. നിന്റെ ഈ അവിഞ്ഞ മുഖത്ത് ഞാനോ. മര്യാദക്ക് സംസാരിക്കുക. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? പണ്ട് നാട് ഉറപ്പിച്ചിരുന്ന വലിയ റൗഡിയാ, അറിയാമോ? നമ്മൾ റിട്ടയർഡ് റൗഡീസ്, അവർ ഇപ്പോഴത്തെ ദാദാസ്. നമ്മളാ ഒതുങ്ങേണ്ടത്. അതെന്തിനാ സാർ? നിനക്ക് സോഡ പൈസ അറിയാമോടാ? ഒന്ന് കാണിച്ചു കൊടുക്ക് സാർ. വേണ്ട, ഷർട്ട് അഴിച്ച വേണ്ട. പാടൊന്ന് കാണിച്ചു കൊടുക്ക് സാർ. ആ വെട്ടിന്റെ വേണ്ട. പാട് കാണിച്ചു കൊടുക്ക് സാർ. എന്നെ കൊണ്ട് കാണിച്ചു കൊടുക്ക് സാർ. അമ്മോ. പന്നം. അണ്ണാ, വേണ്ട അണ്ണൻ. എന്റെ അമ്മോ, ഞാൻ ആ, മഹാലക്ഷ്മിയുടെ ക്ലാസ് എവിടെയാ? മുകളിൽ B സെക്ഷൻ. ഓ, മോളിലാണല്ലേ. പറയടോ, നീ ചെന്ന് പറ. നിങ്ങളുടെ മോൾ ഏതോ ഒരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ. കൂതറ പ്രിൻസിപ്പാളെ, അലവലാതി ചേറ്റേ. ചക്കരേ, തുറന്നടാ, നിക്കണോടെ, നിക്കാൻ. ഡാ, എവിടെ പോയിരിക്കായിരുന്നു? മൂത്രം ഒഴിക്കാൻ വേണ്ട. ഒരു വീക്കെൻഡ് ഫോൺ ചെയ്തിട്ട് എടുക്കാത്തോ? മൂത്രപ്പരയിൽ റേഞ്ച് ഇല്ല. ആ. മോള് ഉണ്ട്. ഇനി മൂത്രം ഒഴിക്കണ്ട. ഞാൻ ആകെ ടെൻഷനായി. അണ്ണാ, അണ്ണൻ അങ്ങനെയൊക്കെ പറയും. എനിക്ക് മുട്ടിയാ ഞാൻ പോവും. മഹാലക്ഷ്മിയെ നോക്കിയതിനൊരുത്തന്റെ കണ്ണു പൊട്ടിച്ചതാ. ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു. നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. പൊയ്ക്കോ. അല്ലേട്ടാ, മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ നീ ആരാടോ അവിടെ ഐസ്ക്രീം തെറ്റിക്കാൻ? ക്ഷമിക്കണം ചേട്ടാ, ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ചേട്ടാണ് സത്യം. എന്താടാ, അണ്ണൻ ചാവാനാണോ? അയ്യോ അല്ലേട്ടാ. ഓയ്, ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പിച്ചക്കാര്. അമ്മോ, മോശം. അവർ കൂടി മോശമായത്. ദേവസ്യ സാർ, ദേവസ്യ സാർ.
സാറ് കരയാണോ സാർ? വെറും കരച്ചിലല്ല ബണ്ണി, രോദനം, മനോവേദന, ആർത്തനാദം. എന്തൊരു തെറിയാവന്മാര് വിളിച്ചത്. അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി? അതെ ബണ്ണി, അവർ വിളിച്ച തെറിക്ക് മനുഷ്യരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേനെ. ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്ന കണ്ടില്ലേ? അതൊരു പിയുണ്ണയാണെ പോലെ തലതല്ലിച്ചത്തേനെ. സത്യമാ ബണ്ണി? സാർ, ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത്. എനിക്ക് ടി സി വന്നേക്ക് സാർ. കുറച്ച് വെള്ളം കോരി പിടിക്കും. തന്നെ ഊരി വെള്ളം ഒഴിക്കണോ?